ലോകപ്രശസ്തമായ റഷ്യൻ S-400 മിസൈലുകൾ ഇനി പഴങ്കഥയാവുകയാണ്. അതിർത്തി കടന്നെത്തുന്ന ഏത് ശത്രുവിനെയും ഓടി നടന്ന് വേട്ടയാടാൻ കരുത്തുള്ള പുതിയൊരു ബ്രഹ്മാസ്ത്രം ഇന്ത്യ തയ്യാറാക്കുന്നു. അനന്ത് ശസ്ത്ര എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വരവോടെ പാകിസ്ഥാനും ചൈനയ്ക്കും നെഞ്ചിരിപ്പേറുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന്റെ ആധുനികവൽക്കരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലാകാൻ പോകുന്ന 30,000 കോടി രൂപയുടെ അനന്ത് ശസ്ത്ര ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ നിർമ്മാണ കരാർ ഉടൻ തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഒപ്പുവെക്കും. ശത്രു വിമാനങ്ങളെയും ഡ്രോണുകളെയും ലക്ഷ്യമാക്കി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മിസൈൽ തൊടുക്കാൻ കഴിയുന്ന ഓൺ ദി മൂവ് സാങ്കേതിക വിദ്യയാണ് അനന്ത് ശസ്ത്രയുടെ ഏറ്റവും വലിയ പ്രത്യേകത. വിക്ഷേപണത്തിനായി വാഹനം ഒരിടത്ത് നിർത്തിയിടേണ്ട ആവശ്യമില്ല. 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ കഴിയുന്ന അത്യാധുനിക റഡാറുകളും 30 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ സംവിധാനം പോർ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ നിമിഷ നേരം കൊണ്ട് ചാമ്പലാക്കും. പതിറ്റാണ്ടുകളായി നമ്മൾ ഉപയോഗിച്ചിരുന്ന സോവിയറ്റ് കാലഘട്ടത്തിലെ പഴയ മിസൈൽ സംവിധാനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഈ വമ്പൻ കുതിപ്പ് നടത്തുന്നത്. DRDO പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അനന്ത് ശസ്ത്ര ഭാരത് ഇലക്ട്രോണിക്സ്, ഭാരത് ഡൈനാമിക്സ്, L&T എന്നീ കമ്പനികൾ സംയുക്തമായിട്ടാണ് നിർമ്മിക്കുന്നത്. പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിന്റെ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയാണ് ഈ പദ്ധതി. ഇത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, പൂനെ എന്നിവിടങ്ങളിൽ ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കും. ഉക്രൈനിലും മിഡിൽ ഈസ്റ്റിലും നടക്കുന്ന യുദ്ധങ്ങളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ ആക്രമണങ്ങളിൽ തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിനുള്ള ഇന്ത്യയുടെ മറുപടിയാണ് അനന്ത് ശസ്ത്രയുടെ ഷൂട്ട് ആൻഡ് സ്കൂട്ട് ശേഷി. അതായത് ശത്രുവിന് നേരെ മിസൈൽ വിക്ഷേപിച്ചാൽ ഉടൻ തന്നെ അവിടെ നിന്ന് അതിവേഗം സ്ഥലം വിടാൻ നിന്ന് അതിന് സാധിക്കും. പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന അത്യാധുനിക ഡ്രോൺ മിസൈൽ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ മൊബൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ സൈന്യത്തിന് കരുത്തേകും. കരസേനയ്ക്ക് പുറമെ വ്യോമസേനയും ഈ അത്യാധുനിക സംവിധാനത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഡൽഹി ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന മേഖലകളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന ക്യാപിറ്റൽ ഡോം പദ്ധതിയുടെ ഭാഗമായും അനന്ത് ശസ്ത്ര മാറിയേക്കാം. 2027 മാർച്ചിന് മുമ്പ് ഈ ചരിത്രപരമായിട്ടുള്ള കരാർ ഒപ്പിടുന്നതോടെ വിദേശ രാജ്യങ്ങളുടെ ഔദാര്യമില്ലാതെ തന്നെ സ്വന്തം അതിർത്തി കാക്കാൻ ഇന്ത്യ പൂർണ്ണ സജ്ജമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.